നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് അനുകൂലമെങ്കിൽ നടപ്പാക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പൊതുരംഗത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നുവെന്ന് മുരളീധരൻ. തൃശൂരിൽ മുരളി തോറ്റത് കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയം കാരണമെന്ന് പത്മജ വേണുഗോപാൽ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ചുറ്റുപാടിനെ അറിയേണ്ടതിന്റെയും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കാനുള്ള ദിനം. പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ച വിവിധ സംഘടനകളും വിദ്യാലയങ്ങളും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് നൽകി. രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. പിന്നീട് കാവൽ മന്ത്രിസഭ തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശം നൽകി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങി. ഇന്ന് രാവിലെ തന്റെ വസതിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് നൽകാനായി രാഷ്ട്രപതി ഭവനിലേക്ക് പോയത്. ശനിയാഴ്ചയാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് അനുകൂലമെങ്കിൽ നടപ്പാക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ സ്വപ്നം കാണുന്ന വളർച്ചയ്ക്കായി ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രവിജയം നേടിയതിനു ശേഷം തൃശൂർ കളക്ട്രേറ്റിലെത്തി മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ജനങ്ങൾ നൽകിയ ഭാരിച്ച സ്നേഹവായ്പായാണ് ഈ വിജയത്തെ കാണുന്നത്. ഈ ഭാരം ജനങ്ങളുടെയെല്ലാം തൃപ്തിയിലേക്ക് ഇറക്കിവെക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തൃശൂർ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ തൃശൂർ എടുക്കാനായി താൻ ആഞ്ഞാഞ്ഞു വന്നതിന്റെ കൂലിയാണ് ഈ വിജയം. തൃശൂരിൽ സ്ഥിരതാമസമാക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്ഥിരതാമസം പോലെ തന്നെയാകും എന്നായിരുന്നു മറുപടി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 തൃശൂർ കളക്ട്രേറ്റിൽ എത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്നൊരുക്കിയത്. കാവിഷാളുകളും തലപ്പാവും അണിയിച്ച് സുരേഷ് ഗോപിയെ BJP നേതാക്കൾ സ്വീകരിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ തുടങ്ങി BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും നിരവധി പ്രവർത്തകരും ചേർന്ന് ആവേശാരവങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. തുടർന്ന് നേതാക്കളോടൊത്ത് കളക്ടറുടെ ചേംബറിലെത്തിയ സുരേഷ് ഗോപി MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ വിജയപത്രിക കളക്ടർ കൃഷ്ണതേജയിൽ നിന്ന് ഏറ്റുവാങ്ങി. CCTV ന്യൂസ് കേച്ചേരി. തന്റെ മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്ന സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയെ നാളെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് യാത്ര തിരിക്കും മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രചരണ സമയത്ത് എതിർ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. മുരളീധരന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കാനില്ല. മുരളിയേട്ട എന്നാണ് വിളിക്കാറ്. അങ്ങനെ തന്നെ തുടർന്നും വിളിക്കും. സിനിമാ അഭിനയം തുടരുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടർമാരെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അവരാണ് എല്ലാം നിശ്ചയിക്കുന്നത്. വ്യക്തിപരമായ വിജയം ആയിരുന്നുവെങ്കിൽ 2019 വിജയിക്കേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നില്ല. അദ്ദേഹം മറ്റു പല മീറ്റിംഗുകളുടെയും തിരക്കിലാണ്. നാളെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ തന്റെ പാഷനാണ്. എല്ലാം നടക്കണമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം എന്താണ്? ഇനി അതെന്തിനാണ് വിശകലനം ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് വോട്ടേഴ്സിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്? വോട്ടേഴ്സിനൊരു നിശ്ചയം ഉണ്ടായി. അതിനകത്ത് അവർക്ക് ചിലപ്പം വാശിയുണ്ടാവും, വൈരാഗ്യമുണ്ടാവും. അവർക്ക് കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ രാഷ്ട്രീയ അധിഷ്ഠിതമായ, അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വോട്ടിംഗ് പാറ്റേൺ മാറ്റണമെനി ഒരു ശ്രമം നടത്തണമെന്ന് പറയുന്ന വാശിയുണ്ടായെങ്കിൽ അതായിക്കൂടെ? അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം വരുമോ? വോട്ടേഴ്സിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ദേ ആർ ദ ഡിസൈഡേഴ്സ്. ദാറ്റ് ലെവൽ ഇല്ല. അദ്ദേഹം അവിടെ മറ്റ് പല മീറ്റിങ്ങുകളിലുമാണ്. നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ പോവാം. അല്ല, ഞാൻ അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എൻ്റെ ആഗ്രഹമെന്ന്. അതാണ് ഞാൻ നേരത്തെ ഇവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത്. എൻ്റെ പാഷനാണ്. എനിക്കതെൻ്റെ ബ്രെഡ്-ഓണറാണ്. അപ്പോൾ എൻ്റെ കുടുംബം, അതിലെ ഒരു 5% പ്രതീക്ഷിച്ചിരിക്കുന്ന വേറൊരു സമൂഹമുണ്ട്. അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ കാശ് വേണ്ട. എല്ലാം നടക്കണം. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പൊതുരംഗത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്നും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തനിക്കു വേണ്ടി കോൺഗ്രസ് നേതാക്കൾ പ്രചരണത്തിന് എത്തിയില്ലെന്നും
ദേശീയ നേതാക്കളടക്കം വിട്ടുനിന്നുവെന്നും മുരളീധരൻ ആരോപിച്ചു. വളരെ പ്രയാസത്തിലാണ്, അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നു. അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല. നേമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് കൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJPക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ട് ജയിച്ചു? കാരണം ആരെയും കുറ്റം പറയാൻ ഞാനില്ല. എന്തിനാ വെറുതെ നമ്മൾ ഇലക്ഷനിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും ഇത്രയും കാലം പാർട്ടിയിൽ നിന്നാൽ എത്ര ആനുകൂല്യം കിട്ടി? 4 തവണ ജനങ്ങൾ തെരഞ്ഞെടുത്ത MP ആയിട്ട്, 2 തവണ MLA ആയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഇല്ല, കോൺഗ്രസുകാരുടെ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എന്നും കോൺഗ്രസുകാരനായിരിക്കും, സാധാ പ്രവർത്തനായിരിക്കും. അതെ. അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ എന്തിനാ എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഇലക്ഷനിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട്. തൃശൂരിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തിന് കാരണം ഉറപ്പായും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലാണ്. ഇതാണ് BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ചില നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ LDFനൊപ്പം നിന്നു. എന്നാൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന്റെ ഗുണം UDFന് കിട്ടിയില്ല. വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി തന്നെ കുരുതി കൊടുത്തോ എന്ന് ജനം തീരുമാനിക്കും. വടകരയിൽ തന്നെ മത്സരിക്കണമെന്ന് രമേശ് ചെന്നിത്തല മാത്രമാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കാൻ ഇനി പോകില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് 2 യോഗത്തിന് വന്നു, രമേശ് ചെന്നിത്തല 2 യോഗത്തിന് വന്നു. പക്ഷെ അന്നേ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു, മാറണ്ട, വടകരയിൽ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു എന്താ പറഞ്ഞത്, പത്മജ പാർട്ടിയിൽ നിന്ന് പോയി ഇവിടെ എന്തോ മല മറയ്ക്കാൻ പോകുന്നതാണ് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു വെല്ലുവിളിയായിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. വടകരയിൽ തന്നെ നിന്നാൽ ജയിക്കുമായിരുന്നു. പിന്നെ ഞാനതിന് നിന്നു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ. അപ്പൊ നമ്മൾ കുരുതി കൊടുത്തു എന്ന് പറയുമ്പോ അതിനെന്തിനും നിന്നു കൊടുക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂരിൽ മുരളി തോറ്റത് കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയം കാരണമെന്ന് പത്മജ വേണുഗോപാൽ. മുരളീധരന്റെ തോൽവി നാണം കെട്ട തോൽവിയെന്നും അവർ പറഞ്ഞു. മുരളി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ജാതിയുടെയും വെറുപ്പിന്റെയുമാണ്. തൃശൂരിൽ മുരളിക്ക് എന്തൊരു തോൽവിയാണുണ്ടായത്? തന്നെ ആരാണ് കുഴിയിൽ ചാടിച്ചതെന്ന് K. മുരളീധരൻ തന്നെ പറയട്ടെ. K. മുരളീധരന്റെ പരാജയത്തിൽ TN പ്രതാപന്റെ പേര് പറയാൻ താൽപ്പര്യമില്ലെന്നും TN പ്രതാപന് സ്വാധീനമുള്ള തീരദേശ മേഖലയിൽ പോലും മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. തന്നെ പരാജയപ്പെടുത്തിയവർ തന്നെയാണ് മുരളീധരനെയും പരാജയപ്പെടുത്തിയതെന്നും പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത, കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് 2 ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട്, പക്ഷെ രാഷ്ട്രീയം സംസാരിക്കാറില്ല. കാരണം വേറൊന്നുമല്ല, ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പിൻവരും, ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ. കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് 1-2 പേരുടെ മുമ്പിലിരുന്ന് ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല. പലരും എന്താ പറഞ്ഞേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ആരും ചെവി കേട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പൊ ഇന്നലെ എൻ്റെ K. മുരളീധരൻ പറയുന്ന കേട്ടു, അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ആരോടും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല. പിന്നെ BJP എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത്. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്. അതിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യാം. പിന്നെ കോൺഗ്രസിന് ദേശീയ തലത്തില് ശരിയാണ് 230 സീറ്റ് കിട്ടിയെന്ന് പറയും. സീറ്റ് മമതയുടെയാണെന്നാണ് എൻ്റെ അറിവ്. അവർ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി ജയിച്ചവരാണ്. ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ട, നിങ്ങളെല്ലാവരും വിവരത്തോടുകൂടി വരുന്ന, അവര് എഴുതുമ്പോൾ പോലും വെറുപ്പിന്റെ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. K. മുരളീധരന്റെ തോൽവി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ.
തോൽവിയെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും വലിയ വോട്ടിന് പരാജയപ്പെടാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായി സമഗ്രമായ രീതിയിൽ പഠിക്കും. വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഐക്യത്തോടെ മുന്നോട്ടു പോകാനാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത തങ്ങൾ ഏറ്റെടുക്കുകയാണ്. സംഘടനാപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇത്രയും ഭീമമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ഒന്നാമത്തെ കാരണം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളാണ്. അത് BJPക്ക് കിട്ടിയ വോട്ടുകളല്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കുറെ അധികം വന്നു ചേർന്നു. അതിനപ്പുറത്ത് BJPയും CPM നേതൃത്വവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുള്ള അലിഖിതമായ ഒരു ഡീലാണ്. CPMന്റെ ഉന്നത നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് ഇത്രയും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിക്കാനിടയായതെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. ഇത്രയും വലിയ വോട്ടിന് പരാജയപ്പെടാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് പഠിച്ച് സമഗ്രമായ രീതിയിൽ പഠിച്ച് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് അയക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുമ്പോൾ ഉത്തരവാദപ്പെട്ടവരെ സംബന്ധിച്ച് ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇത്രയും ഭീമമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ഒന്നാമത്തെ കാരണം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളാണ്. അത് BJPക്ക് കിട്ടിയ വോട്ടുകളല്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കുറേയധികം വന്നു ചേർന്നു. BJPയും CPM നേതൃത്വവും ഉണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഒരു ഡീൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊടകര കുഴൽപ്പണ കേസുമായി CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് ഇത്രയും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. K. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് തുടക്കം കുറിച്ചിരുന്നു. TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പല നേതാക്കളും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഇരു നേതാക്കൾക്കുമെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു DCC പ്രസിഡന്റിന്റെ വാർത്താസമ്മേളനം. CCTV ന്യൂസ്, കേച്ചേരി. LDF ഭരിക്കുന്ന പുന്നയൂർകുളത്തും പുന്നയൂരിലും UDFന് മുൻതൂക്കം. പുന്നയൂർകുളത്ത് ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലത്തിൽ UDFന് 57,925 വോട്ട് ലഭിച്ചപ്പോൾ LDFന് 50,519 വോട്ടാണ് ലഭിച്ചത്. അതേസമയം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ 45,049 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ 12,876 വോട്ടിന്റെ മേൽക്കോയ്മയാണ് UDFനുള്ളത്. പുന്നയൂർകുളം മേഖലയിലെ പുന്നയൂർ പഞ്ചായത്തും പുന്നയൂർകുളം പഞ്ചായത്തും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ഇവിടങ്ങളിലും വോട്ടിന്റെ കാര്യത്തിൽ UDFനാണ് ഭൂരിപക്ഷം. പുന്നയൂരിൽ 1ാം സ്ഥാനത്തെത്തിയ UDF 11,454 വോട്ട് നേടി NDA സ്ഥാനാർത്ഥിയിൽ നിന്നും 8,003 വോട്ട് ഭൂരിപക്ഷമാണ് നേടിയത്. പുന്നയൂർകുളത്ത് LDF 6,000 വോട്ട് നേടി 3ാം സ്ഥാനത്തേക്കും NDA സ്ഥാനാർത്ഥി 6,277 വോട്ട് നേടി 2ാം സ്ഥാനത്തും എത്തിയപ്പോൾ UDF 7,828 വോട്ട് നേടി. UDF ഭരിക്കുന്ന വടക്കേകാട് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥി 4,098 വോട്ട് നേടി. LDF 4,727 വോട്ട് നേടി. UDF 7,545 വോട്ടും പിടിച്ചു. NDA സ്ഥാനാർത്ഥിയിൽ നിന്നും 3,447 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. NDA പ്രവർത്തകരുടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി 3 പഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുന്നയൂർ വളയംതോട് പാലത്തിന് സമീപം ബൈക്ക് മറിഞ്ഞ് യുവതിക്ക് പരിക്ക്. തൊഴിയൂർ സ്വദേശിനി കറുപ്പം വീട്ടിൽ ഷൈജയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവതിയെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ചുറ്റുപാടിനെ അറിയേണ്ടതിന്റെയും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കാനുള്ള ദിനം. അന്താരാഷ്ട്ര തലത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉത്സവമാണ് 1973 മുതൽ ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനം.
5 പതിറ്റാണ്ടുകളായി ആഗോളതലത്തിൽ പരിസ്ഥിതി അവബോധം വളർത്താനും സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കാര്യമായ സംഭാവനകൾ നൽകുന്നതിന് ലോക പരിസ്ഥിതി ദിനത്തിന് സാധിച്ചിട്ടുണ്ട്. ഓരോ വർഷവും വ്യത്യസ്ത മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിയാണ് പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഭൂപുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി സംഘടനയുടെ നിർവചനപ്രകാരം ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ അഥവാ ഭൂപുനരുദ്ധാരണം എന്നാൽ ജീർണിച്ചതോ നശിപ്പിക്കപ്പെട്ടതോ ആയ ആവാസവ്യവസ്ഥകളെ വീണ്ടെടുക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഇപ്പോഴും കേടുകൂടാതെയിരിക്കുന്ന ആവാസവ്യവസ്ഥകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. തണ്ണീർത്തട സംരക്ഷണം, സമുദ്ര ആവാസവ്യവസ്ഥയുടെ പുനഃസ്ഥാപനം, പുൽമേടുകളും ഷോലവനങ്ങളും സംരക്ഷിക്കൽ, അധിനിവേശ ജീവികളെ നിയന്ത്രിക്കുക എന്നിവയും ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ പ്രക്രിയയുടെ ഭാഗമാണ്. മരുഭൂവൽക്കരണത്തിനെതിരായ UN കൺവെൻഷൻ പഠനപ്രകാരം നമ്മുടെ ഗ്രഹത്തിന്റെ 40% വരെ നശിച്ചു കഴിഞ്ഞു. ഇത് ലോക ജനസംഖ്യയുടെ പകുതിയോളം പേരെ നേരിട്ട് ബാധിക്കുകയും 2050ഓടെ 3/4 ഭാഗത്തെയും ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയുടെ പുനഃസ്ഥാപനം വഴി ഭൂശോഷണം, വരൾച്ച, മരുഭൂവൽക്കരണം എന്നിവയുടെ ഭീഷണി നല്ലൊരു പരിധിവരെ നേരിടാൻ കഴിയും. 2040ഓടെ ഭൂമിയുടെ തകർച്ച തടയാനും തിരിച്ചുവിടാനും ഭൂശോഷണം 50% കുറയ്ക്കുവാനുമാണ് ഈ ആഗോള സംരംഭത്തിന്റെ ലക്ഷ്യം. എല്ലാ രീതിയിലുമുള്ള ആവാസവ്യവസ്ഥയുടെ നഷ്ടം, വിഘടനം എന്നിവ തടയുക, പ്രകൃതി അധിഷ്ഠിത ആവാസവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളിലൂടെ സംയോജിതവും സുസ്ഥിരവുമായ വളർച്ച ഉറപ്പുവരുത്തുക, പ്രാദേശികമായ സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ വിദ്യാലയങ്ങളും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണ വാർത്തകൾ ഈ വാർത്തകൾക്ക് ശേഷം സ്പെഷ്യൽ ബുള്ളറ്റിനായി സംപ്രേഷണം ചെയ്യും. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജൂൺ 16-നാണ് തിരുനാൾ. ഊട്ടുസദ്യയും ഉണ്ടാകും. ജൂൺ 9 ഞായറാഴ്ച രാവിലെ കൊടികയറ്റം നടത്തും. വികാരി ഫാദർ ഡെന്നിസ് മാറൂക്കി ചെയർമാനായും മേലിട്ട് ജോഷി ജോസഫ് ജനറൽ കൺവീനർ, ട്രസ്റ്റിമാരായി ബാബു എടക്കളത്തൂർ, ജോഷി ചൊവ്വലൂർ തുടങ്ങി വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരടക്കം 151 പേരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിച്ചു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പുന്നേർകുളം ഉപ്പുങ്ങൽ തലക്കാട്ട് ശശിധരൻ കോമള ദമ്പതികളുടെ മകൻ 32 വയസ്സുള്ള ഷിജിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുവാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 2 മാസത്തിനകം ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം. ചികിത്സയും അനുബന്ധ ചെലവുകൾക്കുമായി 15 ലക്ഷം രൂപ കണ്ടെത്തണം. ഹോട്ടലിൽ ബർഗർ മേക്കറായ ഷിജിക്ക് 10 മാസം മുൻപാണ് രോഗലക്ഷണം കണ്ടത്. കൊച്ചി അമൃത ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്ന് കണ്ടെത്തി. 6 മാസം ആശുപത്രിയിൽ കിടന്ന് 6 കോഴ്സ് കീമോതെറാപ്പി ചെയ്തു. ഇനി 4 കോഴ്സ് കൂടി പൂർത്തിയാക്കാനുണ്ട്. 5 ലക്ഷത്തിലധികം രൂപ ഇതിനകം ചികിത്സയ്ക്ക് ചെലവായി. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് ചികിത്സ നടക്കുന്നത്. മാതാപിതാക്കളും ഭാര്യയും 1.5 വയസ്സുള്ള മകനുമാണ് ഷിജിയുടെ കുടുംബം. രോഗം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഷിജിയെ സഹായിക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ചെയർമാനായും സക്കറിയ കുന്നച്ചാമീട്ടിൽ കൺവീനറായും ഷെരീഫ് ട്രഷററായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ EK നിഷാർ, പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. എന്റെ വാർഡും കൂടിയായ 6-ാം വാർഡിൽ ഷിബിൻ തലക്കാട്ട് 32 വയസ്സ്, ഒരു കൊച്ചുകുട്ടിയ ചെറിയൊരു ഫാമിലിയാണ്. ഷിബിന് ബിസൽ ലിംഫോമ എന്ന രോഗനിർണയം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവർക്ക് കീമോ സ്റ്റാർട്ട് ചെയ്തിരുന്ന 1 വർഷത്തോളമായി. ഇനി അവർക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണ്. അതിന് 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാസ്മിൻ ഷെയ്ഖ് രക്ഷാധികാരിയായി നമ്മുടെ വാർഡിൽ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കഴിയുന്ന സഹായം നമ്മളെല്ലാവരും കൂടി ചെയ്തു കൊടുത്ത് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനെല്ലാവരും കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുമനസ്സുകളുടെ സഹായമാണ് ഇനി വേണ്ടത്. CCTV ന്യൂസ്, പുന്നേർകുളം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ മണലൂർ നിയോജക മണ്ഡല തലത്തിൽ ശാസ്ത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂളുകളിൽ നിന്നും പ്രാരംഭഘട്ട മത്സരം നടത്തി വിജയിച്ചവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മണ്ഡലം തല മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കാരമുക്ക് SNGS സ്കൂൾ വിദ്യാർത്ഥികൾ 1-ാം സ്ഥാനം നേടി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2-ാം സ്ഥാനത്തിന് അർഹരായി. വിജയികൾക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്യാഷ് പ്രൈസും മൊമെന്റോയും വിതരണം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർ ആഷിഖ് വലിയകത്ത്, അരുൺ ആനന്ദ്, വൃന്ദ ശ്രീജേഷ് എന്നിവർ നേതൃത്വം നൽകി.
അക്കിക്കാവ് ബൈപ്പാസ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തലവേദനയാകുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ പുനർനിർമ്മാണത്തിനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗതാഗതം ഭാഗികമായി തടഞ്ഞിരുന്നത്. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ അകലെ റോഡിനു കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല. പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിനു സമീപം താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ താൽക്കാലിക പാത മുഴുവനായി തകർന്നു. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകിയപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിനു കുറുകെ കാന നിർമ്മിക്കേണ്ടി വന്നു. ഇതോടെ ഒരു വാഹനങ്ങൾക്കും കടക്കാനാവാത്ത വിധം റോഡിലെ ഗതാഗതം തടഞ്ഞു. അക്കിക്കാവിലെയും പെരുമ്പിലാവിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഇതോടെ ദുരിതത്തിലായത്. 3 കിലോമീറ്ററോളം ചുറ്റിയാൽ മാത്രമേ ഇവർക്ക് സംസ്ഥാനപാതയിൽ പ്രവേശിക്കാൻ സാധിക്കൂ. കലുങ്ക് നിർമ്മാണത്തിന് റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുത്തുക പതിവില്ല. പകുതി വീതം 2 തവണയായിട്ടാണ് നിർമ്മാണം പതിവ്. ഇവിടെ ഒറ്റയടിക്ക് മുഴുവനായി നിർമ്മിക്കുന്നതാണ് പ്രശ്നമായത്. ഇരുചക്രവാഹനങ്ങൾ സഞ്ചരിക്കാൻ പാകത്തിലെങ്കിലും ചെറിയ റോഡ് നിർമ്മിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഇരട്ടപ്പുഴയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്ന കുഴി കോൺക്രീറ്റ് ഇട്ട് നികത്തി നാട്ടുകാർ. ജയഭാരത് നഗർ റോഡിലാണ് വാഹനങ്ങൾക്ക് ഭീഷണിയായി കുഴി ഉണ്ടായിരുന്നത്. വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവായതോടെ നാട്ടുകാർ ചേർന്ന് കോൺക്രീറ്റ് ഇട്ട് നികത്തുകയായിരുന്നു. ഇരട്ടപ്പുഴ ജയഭാരതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് സിമന്റും മെറ്റലും ഉപയോഗിച്ചാണ് കുഴി മൂടിയത്. ജയഭാരതി പ്രവർത്തകരായ സൂരജ് ആലുങ്ങൽ, MB ഷനിൽ, ഷിബു ചെമ്പിൽ, വലിയകത്ത് സനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഇത് ഇരട്ടപ്പുഴ ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടായിരുന്നു. പതിവാണ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവാറ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ കുഴി കോൺക്രീറ്റ് ചെയ്തു ആണ് ഇതായത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ചൊവ്വന്നൂർ 55 നമ്പർ അഡീഷണൽ അംഗൻവാടിയുടെ വാർഷികാഘോഷത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ALMSC മെമ്പർ ലിജി ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ പ്രമീള രാജൻ ചെയർമാനും അംഗൻവാടി ടീച്ചർ കൺവീനറായും 51 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3 നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിക്കും. കാട്ടുകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മണികണ്ഠൻ, സാബു ഐനൂർ, PM റെജിമോൻ, PU വില്യംസ്, MP രാജൻ, മോഹനൻ കടവാരത്ത് എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതിനോടനുബന്ധിച്ച് BJP പ്രവർത്തകരും ആലത്തൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ വിജയിച്ചതിനോടനുബന്ധിച്ച് LDF പ്രവർത്തകരും ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും പ്രകടനത്തിൽ അണിനിരന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, CK ലിജീഷ് എന്നിവർ നേതൃത്വം നൽകി. LDF പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ്, CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ, പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ റഹീം, സുബിൻ AS, ഗിൽസൺ അയ്യാൽ, MK ശശിധരൻ, PS പുരുഷോത്തമൻ, സുഗിഷ സുമേഷ്, ജോജു സ്റ്റീഫൻ, സുഭാഷ് അരിയാടത്ത്, CPI ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ES മുരളി എന്നിവർ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ പുതിയ പോസ്റ്റ് ഓഫീസ് സെന്ററിലേക്ക് പ്രകടനം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൾച്ചറൽ സെൽ കൺവീനർ MR രമേശൻ, മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് ഇൻചാർജറുമായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, സെക്രട്ടറിമാരായ സന്തോഷ് മണലിക്കാവ്, യദുകൃഷ്ണൻ കുറുമാൽ, ഭാരവാഹികളും നേതൃത്വം നൽകി. മധുരപലഹാര വിതരണവും ഉണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ബസ് സ്റ്റാൻഡ് സംയുക്ത ചുമട്ട് തൊഴിലാളി കുന്നംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യൂണിയനിൽ നിന്നും വിരമിച്ചു പോകുന്ന KV ജോസിന് യാത്രയയപ്പ് നൽകി. സംയുക്ത കമ്മിറ്റി കൺവീനറും INTUC ഭാരവാഹിയുമായ KV ഗീവർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CITU ഭാരവാഹികളായ MN സത്യൻ, CG രഘുനാഥ, BMS ഭാരവാഹി MC ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പൂൾ ലീഡർ VP പ്രകാശൻ, KT ബാബു, വിനേഷ് കുമാർ, KA അജീഷ്, PA കൃഷ്ണൻ, TK പ്രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയപ്പിന് KV ജോസ് നന്ദി പറഞ്ഞു.
ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട പട്ടിത്തടം മങ്ങാട് റോഡരികിൽ മെറ്റൽ വിരിച്ചു തുടങ്ങി. റോഡരികിലെ മേൽമണ്ണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കിയാണ് മെറ്റൽ വിരിക്കുന്നത്. പൈപ്പിട്ടപ്പോൾ റോഡരികുകൾ ഇടിഞ്ഞിരുന്നു. ഇതിന് പ്രതിവിധിയായാണ് മെറ്റൽ വിരിക്കുന്നത്. എന്നാൽ വെറുതെ മെറ്റൽ വിരിക്കുന്നത് പാഴാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പലയിടത്തും മെറ്റൽ വിരിച്ചത് മഴയിൽ ഒലിച്ചു പോയിരുന്നു. തകർന്നു കിടക്കുന്ന പട്ടിത്തടം റോഡ് ടാറിംഗ് നടത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം പ്രോവിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ വിദ്യാനിധി 2024 സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. പ്രോവിൻസിൽ അഡ്മിഷൻ എടുക്കുന്ന +2 കഴിഞ്ഞ് CMA ചെയ്യാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് CMIയുടെ എൻട്രൻസ് ലെവലായ കാറ്റിന്റെ കോച്ചിംഗ് ഫീസിനുള്ള സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന +2 കഴിഞ്ഞ് CMA കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പഞ്ചായത്ത് മെമ്പർമാർക്കും മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർമാർക്കും നിർദ്ദേശിക്കാം. മുല്ലശ്ശേരി പഞ്ചായത്ത്, പാവർട്ടി പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ, ചാവക്കാട് നഗരസഭ, കുന്നംകുളം നഗരസഭ, പോർക്കുളം പഞ്ചായത്ത്, കാട്ടകമ്പൽ പഞ്ചായത്ത്, കടവല്ലൂർ പഞ്ചായത്തുകളിലാണ് സ്കോളർഷിപ്പുകൾ നടപ്പിലാക്കുന്നത്. നൃത്താഞ്ജലി നൃത്ത സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഗുരുവായൂരിൽ നടന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് കണ്ണനും ഗോപികമാരും നിറഞ്ഞാടിയത്. അധിലക്ഷ്മി, അഭിരാമി, നിവേദ്യ, ആദിലക്ഷ്മി എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത്. കലാമണ്ഡലം കാർത്തികയാൽ വായ്പാട്ടിലും ശ്രീരാജ് സജീവ് കുമാർ മൃദംഗത്തിലും സംഗീത മോഹൻ വയലിനിലും പക്കമേളം ഒരുക്കി. നൃത്താധ്യാപിക മാധവി പക്കമേളക്കാരെയും കലാമണ്ഡലം ശോഭ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വേനലവധി കഴിഞ്ഞ കുട്ടികൾ സ്കൂൾ മുറ്റത്തെത്തി. കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവവും വിദ്യാലയങ്ങൾ ഗംഭീരമാക്കി. SSLC, +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരവും ഒരുക്കി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC ആശംസകൾ അറിയിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീനിവാസ്, മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാവിലക്കാട് BJP 33-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണനായ്ക്കൽ തോമസ് മാസ്റ്ററുടെ സ്മരണാർത്ഥം അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ആർത്താറ്റ് ഗ്ലേഡു ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി BJP ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KK മുരളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BMS കുന്നംകുളം മേഖലാ പ്രസിഡന്റ് KG ബിജു, പോസ്റ്റൽ എംപ്ലോയീസ് സംഘ് KS വൈശാഖ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് BJP ബൂത്ത് പ്രസിഡന്റ് നിഖിൽ സ്വാഗതവും AK ലതീഷ് നന്ദിയും പറഞ്ഞു. RCCLPS ഈസ്റ്റ് മങ്ങാട് സ്കൂളിന്റെ പ്രവേശനോത്സവം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ മാഗി അലോഷ്യസ്, PTA പ്രസിഡന്റ് സബിത പ്രസാദ് എന്നിവർ സംസാരിച്ചു. രക്ഷാകർത്താക്കൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ അധ്യാപകൻ PD ജോബി നേതൃത്വം നൽകി. കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക CD മിനി സ്വാഗതവും MPTA പ്രസിഡന്റ് ജോയ്സി ജോൺസൺ നന്ദിയും പറഞ്ഞു. DYFI വട്ടമാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി യൂണിറ്റ് സെക്രട്ടറി രൺദീപിന്റെ അധ്യക്ഷതയിൽ DYFI കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ, CPM വട്ടമാവ് ബ്രാഞ്ച് സെക്രട്ടറി ദാസൻ, KC കുമാരൻ, PA ഭാസ്കരൻ, സതീദേവി, AP ബാബു, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയുടെ മുൻകാല പ്രവർത്തകരായ PA വേലായുധൻ, വലിയറ പ്രഭാകരൻ, കല്ലളുമ്പിൽ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അനൂമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ഹരിദാസൻ, മാർത്തോമ പള്ളി ട്രസ്റ്റി ഡെന്നി VK, പ്രധാനാധ്യാപകൻ ലൈനു മാസ്റ്റർ, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, സാമോൻസി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നവാഗതരായ കുരുന്നുകളെ തൊപ്പിയും വർണ്ണക്കടലാസ് പൂക്കളും നൽകി റാലിയായി സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NP അജയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക KA സുജിനി, SMC ചെയർമാൻ PT സുശാന്ത്, അംഗം അസീസ്, പ്രീ പ്രൈമറി അധ്യാപകരായ ലിഷ P ഡേവി, TC പ്രമീള ഭായ്,
കൊച്ചുത്രേസ്യ അൽഫോൺസ, ജിൻസി ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇയാൾ ശ്രീ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഭാരതീയ വിദ്യാനികേതൻ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക ബീന, മാനേജർ ഗോപാലൻ എന്നിവർ സംസാരിച്ചു. സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനി ശ്രീരഞ്ജിനിക്ക് അവാർഡ് നൽകി. പരിസ്ഥിതി ദിനാഘോഷവും നടന്നു. ഗുരുവായൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം ഇരിങ്ങപ്പുറം GLP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ദീപ ബാബു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക M. ഗീത, PTA പ്രസിഡന്റ് KK സുധീഷ്, ഭാരവാഹികളായ M. സിയാദലി, ദീപ വിപിൻ, കലാ ബിജു, NA ഷീജ, ജോളി ജോൺ, AD ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കാട്ടകമ്പാൽ പഞ്ചായത്ത് രാമപുരം വാർഡിലെ 35, 36 നമ്പർ അങ്കണവാടിയിൽ ബുധനാഴ്ച രാവിലെ 9 നടന്ന പ്രവേശനോത്സവങ്ങളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ MS മണികണ്ഠൻ നിർവഹിച്ചു. അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും രക്ഷിതാക്കളും പങ്കെടുത്തു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികൾക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന റാലിയോടെ തുടക്കം കുറിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗിൽബർട്ട് S. പാർമേൽ, റീജിയണൽ ചെയർപേഴ്സൺ ജ്യോതിഷ് സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. തുടർന്നു നടന്ന സമ്മേളനം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. EMHSS തലക്കോട്ടുകര പ്രിൻസിപ്പൽ സിസ്റ്റർ ശാന്തി ജോസഫ് മുഖ്യ സന്ദേശം നൽകി. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M. ചീരൻ, സ്കൂൾ പ്രിൻസിപ്പൽ NJ ലിസി, വർഗീസ് തമ്പി, ഗിൽബർട്ട് S. പാറമേൽ, ജ്യോതിഷ് സുരേന്ദ്രൻ, ബെൻസൺ വിൻസെന്റ്, ആതിര കേദാസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വടക്കേകാട് വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയുമായ M. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ചന്ദ്രവതി സത്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് രക്ഷിതാക്കൾക്കായി അവബോധ ക്ലാസ് എടുത്തു. മാതൃസംഘം പ്രസിഡന്റ് സബിത അനൂപ്, അധ്യാപകരായ AA സിസി, വിൻസി ജോസ്, ഫ്ലെമി C. പ്രസാദ്, N. ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്ക് സമ്മാനപ്പൊതികളും സമ്മാനിച്ചു. സ്കിൽ ഗ്രൂപ്പ് ക്ലബ്ബ് അണ്ടത്തോടിന്റെ ആഭിമുഖ്യത്തിൽ അണ്ടത്തോട് GMLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ PS അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സൈഫു ടീച്ചർ, PTA പ്രസിഡന്റ് നവാസ്, ക്ലബ്ബ് പ്രതിനിധികളായ ഫിറോസ്, താഹിർ പെർഫെക്റ്റ്, അഷറഫ് ചോലയിൽ, AH അനസ്, സക്കരിയ, HK സുഹൈൽ തുടങ്ങിയവരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. അകലാട് വൈക്കം മുഹമ്മദ് ബഷീർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷാ വിജയികളെയും കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ ഡോക്ടറേറ്റ് നേടിയ അജിഷ നൌഫലിനെയും ആദരിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി കോഞ്ചാടത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ് ഡോക്ടർ അജിഷ നൌഫൽ നയിച്ചു. പരിപാടിയിൽ വായനശാല സെക്രട്ടറി TS സജീഷ്, രക്ഷാധികാരി PM ഷിഹാബുദ്ദീൻ, പ്രസിഡന്റ് നിഷ എന്നിവർ സംസാരിച്ചു. മന്ദാരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദര ചടങ്ങും പഠനോപകരണ വിതരണവും നടന്നു. മഴക്കാലത്തെ ആരോഗ്യ പരിരക്ഷ ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ C. ബാലകൃഷ്ണൻ ഡോക്ടറുടെ ബോധവൽക്കരണ ക്ലാസും നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ നാരായണൻ, സെക്രട്ടറി ജേക്കബ് ഷാജു, ട്രഷറർ ജോണി കൊളന്നൂർ, ഡോക്ടർ ശ്രീജിത്ത്, ബൈജു തോമസ്, ചന്ദ്രിക, ആര്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനങ്ങാട് കോൺകോട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ട്രസ്റ്റ് മുഖ്യരക്ഷാധികാരി O. അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പൽ ഹംസ PM, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, ജോയിന്റ് സെക്രട്ടറി AM മുഹമ്മദ് കുട്ടി, ട്രസ്റ്റ് മെമ്പർമാരായ അബു ഹാജി കൊമ്പത്തേയിൽ, അക്കാദമിക് കോർഡിനേറ്റർ ഷംസുദ്ദീൻ കുന്നമ്പത്ത്, സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നടലും വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണവും നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കിരാലൂർ ഗവൺമെന്റ് PMLP സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി DYFI വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേലൂർ മേഖലാ സെക്രട്ടറി ബിബിൻ KP അധ്യക്ഷത വഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, CPM വേലൂർ ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനിൽ TS, മേഖലാ ട്രഷറർ രഞ്ജിത്ത് KR, CPM ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് വാറോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഇന്ദുലേഖ ടീച്ചർ സ്വാഗതവും 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇഷ ഫാത്തിമ നന്ദിയും പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ മുന്നോടിയായി DYFIയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും അലങ്കാരവും നടന്നിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം
ന്യൂസ് ഡെസ്ക് CCTV. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6645 രൂപ, പവന് 53,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം പയ്യപ്പാട്ട് കുഞ്ഞുണ്ണി മകൻ ഗോവിന്ദൻ മാസ്റ്റർ നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ക്രിമിറ്റോറിയത്തിൽ നടന്നു. പരേതയായ കമലാഭായിയാണ് ഭാര്യ. സുനിൽകുമാർ, അനിൽകുമാർ, സനോജ് എന്നിവർ മക്കളാണ്. പോർക്കുളം കരുവാൻപടി കുത്തൂർ സൈമൺ മകൻ അബ്രഹാം നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതയായ ലൂസിയാണ് ഭാര്യ. ആൽബി മകനാണ്. തമ്പുരാൻപടി ഐശ്വര്യ നഗറിൽ പാക്കത്ത് കേശവൻ ഭാര്യ മീനാക്ഷി നിര്യാതയായി. 89 വയസ്സായിരുന്നു. രാധ, സുലോചന, രമണി, രാജൻ, ബാബു, ബേബി എന്നിവർ മക്കളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പുന്നേർകുളം പരൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. CPIM മുൻ പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന താഴശ്ശേരി മാധവൻ മകൻ പ്രകാശൻ നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് അനുകൂലമെങ്കിൽ നടപ്പാക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പൊതുരംഗത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നുവെന്ന് മുരളീധരൻ. തൃശൂരിൽ മുരളി തോറ്റത് കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയം കാരണമെന്ന് പത്മജ വേണുഗോപാൽ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ചുറ്റുപാടിനെ അറിയേണ്ടതിന്റെയും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കാനുള്ള ദിനം. പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ച വിവിധ സംഘടനകളും വിദ്യാലയങ്ങളും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.